നമസ്കാരം. ഇടത് നിരീക്ഷകൻ എന്ന പദവി രാജിവെച്ചതായി പ്രഖ്യാപിച്ച അഡ്വക്കേറ്റ് ഹസ്കർ ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ ഇനി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചാനൽ ചർച്ചയ്ക്കിടെ വിമർശിച്ചതിനെ തുടർന്ന് CPM നേതൃത്വം അദ്ദേഹത്തെ ശാസിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പാർട്ടി നിലപാടുകളെ പ്രതിരോധിക്കുന്ന നിരീക്ഷക റോളിൽ നിന്ന് മാറുന്നുവെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. പാർട്ടി ശാസനയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ രൂക്ഷമായ പരിഹാസവുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. സംസ്ഥാന സർക്കാരും പാർട്ടി നൽകിയ ഇടത് നിരീക്ഷകൻ എന്ന പദവി ഞാൻ രാജിവെച്ചിരിക്കുന്നു. ഇന്ന് വരെ വാങ്ങിയ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഞാൻ സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചടച്ചു. ഔദ്യോഗിക വാഹനം, ഡ്രൈവർ, ഗൺമാൻ എന്നിവ ഞാൻ തിരിച്ചയച്ചു. ഔദ്യോഗിക വസതിയും ഒഴിഞ്ഞു. ചാനൽ ചർച്ചകളിലെ മണിക്കൂറുകൾ നേടുന്ന അധ്വാനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് കരുതുന്നത് കൊണ്ട് ഞാൻ ഇനി മുതൽ രാഷ്ട്രീയ നിരീക്ഷകൻ പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കൂ എന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കും വിധം ഇനി ചാനൽ ചർച്ചകളിൽ പ്രതികരിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം ഹസ്കറിന് CPM മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൊല്ലം ജില്ലാ കോടതി അഭിഭാഷക ബ്രാഞ്ച് യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം K. സോമപ്രസാദാണ് ഹസ്കറിന് മുന്നറിയിപ്പ് നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും ഹസ്കർ ചാനൽ ചർച്ചയിൽ വിമർശിച്ചതാണ് CPM നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. മനോരമ ന്യൂസിലെ കൗണ്ടർ പോയിന്റ് ചർച്ചയിലെ പരാമർശത്തിലായിരുന്നു ഹസ്കറിന്റെ മുന്നറിയിപ്പ്. അതേസമയം പറഞ്ഞത് CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടാണെന്നും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പാർട്ടി ലൈനിൽ പോകണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടതായും ഹസ്കർ സമ്മതിച്ചിരുന്നു. തനിക്കെതിരെ നടപടിയെടുത്താൽ AK ബാലനും രാജി അബ്രഹാമും നടപടിക്ക് അർഹരാണെന്നും ഹസ്കർ പറഞ്ഞിരുന്നു. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. പാർട്ടി ലൈനിൽ നിന്ന് മാറിയൊന്നും പറഞ്ഞിട്ടില്ല. കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാട് തന്നെയാണ് താൻ പറഞ്ഞത്. ഔദ്യോഗിക വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യരുതെന്ന് പാർട്ടി നിർദ്ദേശമുണ്ട്. ഇടത് നിരീക്ഷകൻ എന്ന ലേബലാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നതെന്നും അഡ്വക്കേറ്റ് BN ഹസ്കർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു.